മലയാള സിനിമാ താരങ്ങൾക്ക് സിനിമയിൽ അഭിനയിച്ച് കിട്ടുന്നതിനേക്കാൾ പണം അവരുടെ ബിസിനസ്സിൽ നിന്നും മറ്റുമായി ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത്തരത്തിലുള്ള 10 അതിസമ്പന്നരായ ബിസിനസ്സുകാരായ മലയാള നടന്മാരെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് വരുന്നത് മോഹൻലാൽ. മലയാള സിനിമയിലെ രാജാക്കന്മാരിൽ ഒരാളായ ലാലേട്ടൻ ഇന്ന് തന്റെ സിനിമാ കരിയറിൽ അഭിനയിച്ചത് 362ഓളം വരുന്ന ചിത്രങ്ങളിലാണ്. ഇതിൽ മലയാളത്തിനപ്പുറം തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിവയൊക്കെ ഉണ്ട്. സോ മോഹൻലാൽ ഇന്ന് സാധാരണയായി ഒരു ചിത്രത്തിന് വാങ്ങുന്ന പ്രതിഫലം ഏകദേശം 15 കോടി മുതൽ 20 കോടി രൂപയോളമാണ്. മറ്റു പല ഭാഷകളിലാണെങ്കിൽ ഇതിൽ വലിയ മാറ്റങ്ങൾ വരാറുണ്ട്. 2023 ഇറങ്ങിയ തമിഴ് ചിത്രമായ ജയിലറിൽ വെറും 20-25 മിനിറ്റ് അഭിനയിച്ചതിന് ഇദ്ദേഹം വാങ്ങിയത് 8 കോടി രൂപയോളമാണ്. ഇനി മോഹൻലാല് സിനിമക്കപ്പുറം ഇന്ന് മറ്റു പല ബിസിനസ്സുകളും നടത്തി വരുന്നുണ്ട്. ഫിലിം പ്രൊഡക്ഷൻ കമ്പനിയായ ആശീർവാദ് സിനിമാസ്, ഫിലിം സ്റ്റുഡിയോ കമ്പനിയായ വിസ്മയാസ് മാക്സ്, ദുബായിൽ പ്രവർത്തിക്കുന്ന മോഹൻലാൽ ടേസ്റ്റ് ബഡ്സ് എന്ന ഹോട്ടൽ ശൃംഖല, കൊച്ചി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലുള്ള നിക്ഷേപം. ഇനി ഇതൊന്നും കൂടാതെ ദുബായിലുള്ള ബുർജ് ഖലീഫയിൽ ഇദ്ദേഹത്തിന് ഒരു ആഡംബര റിയൽ എസ്റ്റേറ്റ് അപ്പാർട്ട്മെന്റും ഉണ്ട്. ഇനി ഇദ്ദേഹം ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിക്കുന്ന കുറച്ച് കമ്പനികൾ പറയുകയാണെങ്കിൽ മാൻകൈൻഡ് ഫാർമ, ഗോൾഡ് മെഡൽ ഇലക്ട്രിക്കൽസ്, വിൻസ്മേര ജുവൽസ്, ക്രേസ് ബിസ്ക്കറ്റ് എന്നീ തുടങ്ങി 5 കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് ഇന്ന് മോഹൻലാൽ പ്രവർത്തിക്കുന്നു. 20 കോടി രൂപയോളമാണ് ഇദ്ദേഹം ഒരു വർഷം ഇത്തരത്തിൽ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിക്കാൻ പണം വാങ്ങുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പരസ്യങ്ങൾക്ക് പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. ചുരുക്കം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഓരോ വർഷവും സിനിമയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ പണം ഈ പറഞ്ഞ മേഖലയിലൂടെയെല്ലാം ഇദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് വരുന്നത് മമ്മൂട്ടി. മലയാള സിനിമയിലെ മറ്റൊരു താരരാജാവായ ഇദ്ദേഹം ഇന്ന് മലയാളത്തിലും മറ്റു ഭാഷകളിലുമൊക്കെയായിട്ട് അഭിനയിച്ചത് 400-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. സോ മമ്മൂട്ടി ഇന്ന് സാധാരണ ഒരു മലയാള ചിത്രത്തിന് വാങ്ങുന്ന പ്രതിഫലം ഏകദേശം 12 കോടി മുതൽ 15 കോടി രൂപയോളമാണ്. ഇദ്ദേഹത്തിന്റെ വരാനിരിക്കുന്ന ധനുഷ് കൂടെയുള്ള D55 എന്ന തമിഴ് ചിത്രത്തിനായിട്ട് മമ്മൂട്ടി വാങ്ങുന്നത് 24 കോടി രൂപയോളമാണ്. ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് 35 കോടി രൂപ വരെ ഇദ്ദേഹത്തിന് ഓഫർ നൽകിയതായി നിങ്ങളും ഈ അടുത്തായി സോഷ്യൽ മീഡിയകളിലൂടെ അറിഞ്ഞിട്ടുണ്ടാകും. മമ്മൂട്ടി ഇന്ന് സിനിമ കൂടാതെ ഒരു വലിയ ബിസിനസ്സുകാരനു കൂടിയാണ്. സിനിമ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ പ്ലേ ഹൗസ്, സിനിമ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനി, സിനിമ സ്റ്റുഡിയോ ആയ പ്ലേ ഹൗസ് സ്റ്റുഡിയോ, ഇനി ഇതൊന്നും കൂടാതെ തിയേറ്ററുകളായ മെഗാസ്റ്റാർ സിനിമാസ്, മമ്മൂട്ടി തിയേറ്റർ, ഇത് കൂടാതെ പ്രമുഖ TV ചാനലായ കൈരളി TVയുടെ ചെയർമാനുമാണ് നിലവിൽ ഇദ്ദേഹം. ഇനി ഇദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 100 കോടി രൂപയോളമാണ് ഇന്നത്തെ മമ്മൂട്ടിയുടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിന്റെ മൊത്തം ഒരു മൂല്യം എന്ന് പറയുന്നത്. കൊച്ചി, ചെന്നൈ, ബാംഗ്ലൂർ, ദുബായ് എന്നീ തുടങ്ങി വലിയ സിറ്റികളിൽ ഇന്ന് ഇദ്ദേഹത്തിന് വലിയ ആഡംബര ഫ്ളാറ്റുകളും അപ്പാർട്ട്മെന്റുകളും ഉണ്ട്. ഇടുക്കി, ഊട്ടി എന്നിവിടങ്ങളിലായിട്ട് വലിയ രീതിയിലുള്ള കൃഷിഭൂമികളും ആഡംബര ഗസ്റ്റ് ഹൗസുകളും ഇന്ന് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. നിലവിൽ ഇദ്ദേഹം താമസിച്ചു കൊണ്ടിരിക്കുന്ന കൊച്ചിയിലെ വീടിന്റെ ഒരു മൂല്യം എന്ന് പറയുന്നത് 4 കോടി രൂപയോളമാണ്. അടുത്തതായി ബ്രാൻഡ് അംബാസഡറായി മമ്മൂട്ടി പ്രവർത്തിക്കുന്ന കമ്പനികൾ പറയുകയാണെങ്കിൽ എലാൻസ് ലേണിംഗ്, ICL ഫിൻകോർപ്പ്, കെൻസ TMT, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്നീ കമ്പനികളാണ്. ഏകദേശം 4 കോടി രൂപയോളമാണ് ഇദ്ദേഹം ഒരു വർഷത്തിന് ഇത്തരത്തിൽ കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിക്കാൻ പ്രതിഫലം വാങ്ങുന്നത്. മൂന്നാമതായിട്ട് വരുന്നത് ദിലീപ്. ഒരു കാലത്ത് മലയാള സിനിമയിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു ജനപ്രിയ നടനായിരുന്നു ദിലീപ്. പിന്നീട് വന്ന ചില പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ തന്റെ കരിയർ മാർക്കറ്റ് ഡൗൺ ആവുകയും ഇന്ന് അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നടനുമാണ് ദിലീപ്. ആദ്യകാലങ്ങളിൽ 2 കോടി മുതൽ 4 കോടി രൂപ വരെയൊക്കെ ഒരു ചിത്രത്തിന് പ്രതിഫലം വാങ്ങിയിരുന്ന ദിലീപ് ഇന്ന് ഒരു ചിത്രത്തിന് വാങ്ങുന്നത് ഏകദേശം 6 കോടി മുതൽ 8 കോടി രൂപയോളമാണ്. ഒരു നടനപ്പുറം ഇന്ന് ദിലീപ് വലിയൊരു ബിസിനസ്സുകാരനും നിക്ഷേപകനും ഒക്കെയാണ്. ഒരുപക്ഷെ പറയുകയാണെങ്കിൽ ഇന്ന് ദിലീപിന്റെ സമ്പത്തിന്റെ ഒരു 70% പണവും വരുന്നത് ഇദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നിന്നും നിക്ഷേപത്തിൽ നിന്നും ഒക്കെയാണ്. കേരളത്തിലും അറേബ്യൻ രാജ്യങ്ങളിലുമായി അതിവേഗം വളരുന്ന ഒരു റെസ്റ്റോറന്റ് ചെയിനാണ് ദേ പുട്ട്. സിനിമാ നിർമ്മാണ കമ്പനിയായ D സിനിമാസ്, സിനിമ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ ഗ്രാൻഡ് പ്രൊഡക്ഷൻ, മൂവി തിയേറ്ററുകൾ എന്നീ ബിസിനസ്സുകൾ ഇന്ന് ദിലീപിന്റേതായിട്ട് പ്രവർത്തിക്കുന്നു.
പ്രവർത്തിച്ചു വരുന്നു. കൊച്ചി, ബാംഗ്ലൂർ, ചെന്നൈ എന്നീ സിറ്റികളിലായിട്ട് ഇദ്ദേഹത്തിന് വലിയ ആഡംബരമേറിയ ഫ്ളാറ്റുകള്, ഹൗസ് ബോട്ടുകള് ഇതൊക്കെയാണ് ദിലീപിന്റെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ. ഇന്നത്തെ ദിലീപിന്റെ ആസ്തി എന്ന് പറയുന്നത് 600 കോടി രൂപയോളമാണ്. നിലവിൽ ദിലീപ് ഒരു കമ്പനിയുടെയും പരസ്യങ്ങളിൽ അഭിനയിക്കുന്നില്ല. നാലാമതായിട്ട് വരുന്നത് പൃഥ്വിരാജ് സുകുമാരൻ. മലയാള സിനിമയിലെ മറ്റൊരു പേരുകേട്ട നടനും നിർമ്മാതാവും ഒക്കെയാണ് പൃഥ്വിരാജ്. നിലവിൽ ഇദ്ദേഹം സാധാരണയായിട്ട് ഒരു മലയാള ചിത്രത്തിന് വാങ്ങുന്നത് 4 മുതൽ 6 കോടി രൂപയോളമാണ്. മലയാളത്തിന് പുറമെ ഇന്ന് ഇദ്ദേഹം തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ അഭിനയിച്ച പൃഥ്വിരാജിന്റെ ഇന്നത്തെ ആസ്തി എന്ന് പറയുന്നത് നിലവിലെ ഡാറ്റ അനുസരിച്ച് 54 കോടി രൂപയോളമാണ്. സിനിമ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഇവരാണ് കേരളത്തിൽ KGF, ബിഗില്, പേട്ട എന്നീ തുടങ്ങിയ സിനിമകൾ മലയാളത്തിൽ റിലീസ് ചെയ്തിരുന്നത്. സിനിമാ നിർമ്മാണ കമ്പനിയായ ഓഗസ്റ്റ് സിനിമാസ് ഇതൊക്കെയാണ് പൃഥ്വിരാജിന്റെ ബിസിനസ്സുകൾ. ഇനി റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ നോക്കുകയാണെങ്കിൽ 17 കോടി രൂപ മൂല്യമുള്ള വലിയൊരു ഫ്ളാറ്റ് ഇദ്ദേഹത്തിന് ദുബായിലുണ്ട്. ഇത് കൂടാതെ കൊച്ചി, ചെന്നൈ, മുംബൈ എന്നീ സിറ്റികളിലും ഇദ്ദേഹത്തിന് വലിയ ഫ്ളാറ്റുകളും അപ്പാർട്ട്മെന്റുകളും ഉണ്ട്. അടുത്തതായി ഇദ്ദേഹം ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിക്കുന്ന കമ്പനികൾ പറയുകയാണെങ്കിൽ കല്യാൺ സിൽക്സ്. 14 വർഷമായി ഇദ്ദേഹം കല്യാൺ സിൽക്കിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട്. അസറ്റ് ഹോംസ്, സത്യ ഏജൻസീസ്, CP പ്ലസ് എന്നീ തുടങ്ങി 4 കമ്പനികളുടെ പരസ്യങ്ങളിൽ നിങ്ങൾ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകും. അഞ്ചാമതായിട്ട് വരുന്നത് ദുൽഖർ സൽമാൻ. മലയാള സിനിമയിൽ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നടന്മാരിൽ ഒരാളായ ദുൽഖർ ഇന്ന് സാധാരണ ഒരു മലയാള ചിത്രത്തിനായിട്ട് വാങ്ങുന്നത് 1 കോടി മുതൽ 3 കോടി രൂപയോളമാണ്. ആദ്യം തന്നെ ഇദ്ദേഹത്തിന്റെ ആസ്തി പറയുകയാണെങ്കിൽ ഏകദേശം നിലവിലെ ഡാറ്റകൾ അനുസരിച്ച് 90 കോടി മുതൽ 100 കോടി രൂപയോളമാണ്. അടുത്തതായി ദുൽഖറിന്റെ ബിസിനസ്സുകൾ നോക്കുകയാണെങ്കിൽ സിനിമാ നിർമ്മാണ കമ്പനിയായ വേഫറർ ഫിലിംസ്, ഓൺലൈൻ കാർ ട്രേഡിംഗ് പോർട്ടൽ, ഇൻഷുറൻസ് കമ്പനി മോഡലായ ട്രീ ഓഫ് ലൈഫ് ഇതൊക്കെയാണ്. ഇനി ഇദ്ദേഹം നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളാണെങ്കിൽ ഇലക്ട്രിക് ബൈക്ക് കമ്പനിയായ അൾട്രാ വയലറ്റ് ഓട്ടോമോട്ടീവ്, ന്യൂട്രീഷൻ ഫുഡ് കമ്പനിയായ വെൽബീയിങ് ന്യൂട്രീഷൻ, കൊച്ചി, ചെന്നൈ എന്നിവിടങ്ങളിൽ ഇദ്ദേഹത്തിന് വലിയ ഫ്ളാറ്റുകളും കാണാനാകും. അടുത്തതായി ഇദ്ദേഹം ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിക്കുന്ന കമ്പനികൾ പറയുകയാണെങ്കിൽ ജോസ് ആലുക്കാസ്, IQ സ്മാർട്ട് ഫോൺ, ക്രോസ്, എലൈറ്റ് ഫുഡ്സ് ഇതൊക്കെയാണത്. നിലവിൽ 50 ലക്ഷം മുതൽ 1 കോടി രൂപയോളമാണ് ദുൽഖർ ഇത്തരം പരസ്യങ്ങൾക്കായി സാലറി വാങ്ങുന്നത്. ആറാമതായിട്ട് വരുന്നത് ഫഹദ് ഫാസിൽ. മലയാള സിനിമയിലെ മറ്റൊരു നടനായ ഫഹദ് ഇന്ന് ഒരു ചിത്രത്തിന് വാങ്ങുന്നത് 3 കോടി മുതൽ 6 കോടി രൂപയോളമാണ്. സിനിമക്കപ്പുറം നിരവധി ബിസിനസ്സുകളും ഇൻവെസ്റ്റ്മെന്റുകളും കോടികൾ വിലമതിക്കുന്ന വാഹനങ്ങളും ഇന്ന് ഫഹദ് ഫാസിലിനുണ്ട്. സിനിമാ നിർമ്മാണ കമ്പനിയായ ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ്, ഡിജിറ്റൽ എന്റർടൈൻമെന്റ് കമ്പനിയായ ഭാവന സ്റ്റുഡിയോസ് ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എസ്റ്റിലോക്സ്, ക്യാമറി ഐസ്ക്രീംസ് എന്നീ കമ്പനികളുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടും ഇന്ന് ഫഹദ് പ്രവർത്തിക്കുന്നു. പുഷ്പ 2വിന്റെ വിജയത്തിന് ശേഷം ഫഹദ് ഇന്ന് പല തെലുങ്ക് കമ്പനികളുടെയും ബ്രാൻഡ് അംബാസഡർ ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഈ ചിത്രത്തിന് മാത്രം ഇദ്ദേഹം വാങ്ങിയത് 8 കോടി രൂപയോളമാണ്. ഏഴാമതായിട്ട് വരുന്നത് ടൊവിനോ തോമസ്. ഒന്നുമില്ലായ്മയിൽ നിന്നും മലയാള സിനിമയിലേക്ക് ഉയർന്നു വന്ന ഒരു നടനാണ് ടൊവിനോ തോമസ്. 52-ലധികം വരുന്ന ചിത്രങ്ങളിൽ അഭിനയിച്ച ഇദ്ദേഹം നിലവിൽ ഒരു ചിത്രത്തിന് വാങ്ങുന്നത് 3 മുതൽ 5 കോടി രൂപയോളമാണ്. സിനിമക്കപ്പുറം സിനിമാ നിർമ്മാണ കമ്പനിയായ ടൊവിനോ തോമസ് പ്രൊഡക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, പ്രൊഡക്ഷൻ വെഞ്ചേഴ്സ് എന്നീ 2 ബിസിനസ്സുകളും ഇന്ന് ടൊവിനോയുടേതായിട്ട് പ്രവർത്തിച്ചു വരുന്നു. ഇനി ഇദ്ദേഹം അഭിനയിക്കുന്ന പരസ്യ കമ്പനികൾ പറയുകയാണെങ്കിൽ ഫേവറേറ്റ് ഹോംസ്, നോർത്ത് റിപ്പബ്ലിക്, ക്ലബ് FM എന്നീ 3 കമ്പനികളാണത്. എട്ടാമതായിട്ട് വരുന്നത് നിവിൻ പോളി. 2010 ഇറങ്ങിയ മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ നിവിൻ പോളി ഇന്ന് അഭിനയിച്ചത് 45-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിന് വാങ്ങുന്ന പ്രതിഫലം 2 കോടി രൂപയോളമാണ്. സിനിമകളും ആനിമേഷൻ ഗെയിമുകളും നിർമ്മിക്കുന്ന ക്രാവ് സ്റ്റാർട്ടപ്പ്, പനോരമ സ്റ്റുഡിയോസ്, സിനിമാ നിർമ്മാണ കമ്പനിയായ പ്രൊഡക്ഷൻ വർക്ക് എന്നീ 3 ബിസിനസ്സുകളും ഇന്ന് നിവിൻ പോളി നടത്തി വരുന്നു. ഒൻപതാമതായിട്ട് വരുന്നത് ആസിഫ് അലി. മോളിവുഡ് സിനിമയിലെ മറ്റൊരു യങ്സ്റ്റർ നടനാണ് ആസിഫ് അലി. സിനിമയിലൂടെ തന്റെ കരിയർ വളർത്തിയ ആസിഫ് അലി ഇന്ന് ഒരു ബിസിനസ്സുകാരന് കൂടിയാണ്. സിനിമാ നിർമ്മാണ കമ്പനിയായ ആദംസ് വേൾഡ് ഓഫ് ഇമാജിനേഷൻ, റെസ്റ്റോറന്റ് കമ്പനിയായ വാഫിൾ സ്ട്രീറ്റ് എന്നിവയും ആസിഫ് അലി നടത്തി വരുന്നു. പത്താമതായിട്ട് വരുന്നത് കുഞ്ചാക്കോ ബോബൻ. 1997 അഭിനയം തുടങ്ങി മലയാള സിനിമയിലെ ചാക്കോച്ചൻ ഇന്ന് ഒരു ചിത്രത്തിന് വാങ്ങുന്നത് 90 ലക്ഷം മുതൽ 2 കോടി രൂപയോളമാണ്. ഒരു നടനും നിർമ്മാതാവും ഇനി
ഇതിനപ്പുറം ചാക്കോച്ചൻ ഇന്ന് പല ബിസിനസ്സുകളും നടത്തി വരുന്നു. സിനിമാ നിർമ്മാണ കമ്പനിയായ കുഞ്ചാക്കോ ബോബൻ പ്രൊഡക്ഷൻസ്, ഉദയ് സ്റ്റുഡിയോസ്, ഈ രണ്ട് ബിസിനസ്സുകളും ഇന്ന് ചാക്കോച്ചൻ നടത്തി വരുന്നു. ഇത് കൂടാതെ കേരളത്തിലും അതിന് പുറത്തുമായി ചാക്കോച്ചൻ ഇന്ന് വലിയ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളുമുണ്ട്. അപ്പോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിലവിലെ ലഭ്യമായ ഡാറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.